ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ബുള്ളിയൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ശ്രദ്ധിച്ച് ചെയ്യണം, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ. ഇത് ആങ്കർ ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നീഡിൽ ഇങ്ങനെ കുത്തി മുകളിലേക്ക് എടുക്കുക. അതിന് ശേഷം ഒരു കുറച്ച് പുറകോട്ട് മാറി കുത്തിയിട്ട് തുണിയുടെ അടിയിൽ കൂടി നീഡിൽ കൊണ്ടുപോയി ആദ്യം മുകളിലേക്ക് കുത്തിയെടുത്ത പോയിന്റിൽ കൂടി മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഒരു 10 വട്ടം ഈ സൂചിയിൽ നൂല് ചുറ്റി കൊടുക്കുക. പത്ത് വട്ടമായി. അതിനുശേഷം ഇങ്ങനെ പുറകോട്ട് വലിക്കുക. ഇതാണ് ബുള്ളിയൻ സ്റ്റിച്ച്. നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ ഇത് പഠിക്കാൻ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ്. ഒരു തവണ കൂടി നോക്കാം. നീഡിലിങ്ങനെ കുത്തി മുകളിലോട്ടെടുത്ത് ശേഷം കുറച്ച് മാറി കുത്തി താഴോട്ടെടുത്ത് അടിയിൽ കൂടി കൊണ്ടുപോയി ആദ്യം നമ്മൾ കുത്തിയ മേലോട്ടെടുത്ത അതേ ഹോളിൽ കൂടി മുകളിലേക്ക് നീഡിൽ ഉയർത്തി 10 വട്ടം ചുറ്റുക. ഒരുപാട് ടൈറ്റായിട്ട് ചുറ്റരുത്. ഇതുപോലെ വലിച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ കിട്ടുന്ന കാണാം. ഇതാണ് ബുള്ളിയൻ സ്റ്റിച്ച്. ഇതിൻ്റെ തന്നെ ലീഫ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ സൈഡിൽ കുത്തിയെടുക്കുക. താഴത്തെ പോയിന്റിൽ നിന്ന് മേലോട്ട് വീണ്ടും കുത്തി മുകളിലേക്ക് പൊക്കിയെടുക്കുക. അതുപോലെ തന്നെ 10 വട്ടം ചുറ്റി കൊടുക്കുക. ഒരുപാട് ടൈറ്റായിട്ട് ചുറ്റരുത്. ഭയങ്കര ഊരിയെടുക്കാൻ ഭയങ്കര വിഷമമായിരിക്കും. കുറച്ച് ലൂസിൽ ചുറ്റി കൊടുക്കുക. ഇത് ലീഫ് പോലെ ഇപ്പോൾ നമുക്ക് കിട്ടി. വീണ്ടും ഇതുപോലെ കുത്തിയെടുക്കുക. താഴേന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. നീഡിൽ ചുറ്റി കൊടുക്കുക. ടൈറ്റായിട്ട് ചുറ്റരുത്, പിന്നെ നൂല് വലിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ലൂസായിട്ട് ചുറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതാ ലീഫ് ഷേപ്പിൽ സൈഡിൽ കിട്ടി. ഇതാണ് ബുള്ളിയൻ ലീഫ്. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് തടിയുള്ള നീഡിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ തടിയുള്ള സ്റ്റിച്ച് കിട്ടും. മെലിഞ്ഞ നീഡിൽ ചെയ്യുമ്പോൾ മെലിഞ്ഞ സ്റ്റിച്ചാണ് കിട്ടുന്നത്. നമുക്ക് ബുള്ളിയൻ റോസ് എങ്ങനെ ചെയ്ത് നോക്കാം. ഇതുപോലെ കുത്തിയെടുക്കുക. കുറച്ച് മാറിയിട്ട് ഇത് സെൻറ്ററിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നീഡിൽ അതുപോലെ തന്നെ കുത്തി അടിയിൽ കൂടി ആദ്യം കുത്തിയ പോയിന്റിൽ കൂടി മുകളിലേക്ക് എടുക്കുക. ഒരു 6 വട്ടം ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വലിച്ചെടുക്കുക. ഇത് പൂവിൻ്റെ ഏറ്റവും നടുഭാഗം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തത്, കുറവെടുത്തത്. വീണ്ടും ഈ ചെയ്തതിൻ്റെ നടുഭാഗത്തു കൂടി കുത്തി നീഡിൽ മുകളിലേക്ക് എടുക്കുക. ഈ സൈഡിൽ നിന്ന് മേലോട്ട് കുത്തി പൊക്കിയെടുക്കുക. ഒരു 10 വട്ടം ചുറ്റി കൊടുക്കുക.
ശേഷം ഇങ്ങനെ വലിച്ചെടുക്കുക മുകളിലേക്ക്. വീണ്ടും ഇതുപോലെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. മുകളിൽ കൂടി താഴേക്ക് കുത്തി ആദ്യം മുകളിലേക്ക് പൊക്കിയ ആ പോയിന്റിൽ കൂടി നീഡിൽ മുകളിലേക്ക് എടുത്ത് 10 വട്ടം ചുറ്റി കൊടുക്കുക. ലൂസായിട്ട് ചുറ്റണം, എന്നാലേ എളുപ്പം ഊരി കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പൂവിൻ്റെ സെൻട്രൽ ഭാഗം നമുക്ക് കിട്ടി. വീണ്ടും നടുഭാഗത്തുനിന്ന് കുത്തിയെടുത്തു ആദ്യത്തെ പോയിന്റിൽ കൂടി നീഡിൽ മുകളിലേക്ക് ഉയർത്തി 12 വട്ടം ചുറ്റി കൊടുക്കുക. ശേഷം ഇങ്ങനെ വലിക്കുക. ഒരു ഷേപ്പ് കിട്ടി, പെറ്റൽ കിട്ടി. വീണ്ടും ഈ പെറ്റലിൻ്റെ നടുവിൽ കൂടി കുത്തി മുകളിലേക്ക് എടുത്തു. ഇതുപോലെ വീണ്ടും മുകളിലേക്ക് കുത്തിയെടുത്ത് നൂല് ചുറ്റി കൊടുക്കുക. 12 വട്ടമാണ് ചുറ്റുന്നത്. ഇതുപോലെ ചുറ്റിയെടുക്കുക. ഇതുപോലെ പെറ്റലിൻ്റെ പകുതിയിൽ നിന്ന് കുത്തി മുകളിലേക്ക് എടുത്ത് കുറച്ച് ദൂരെ മാറി കുത്തി വീണ്ടും അടിയിൽ കൂടി നീഡിൽ കൊണ്ടുപോയി ആദ്യം കുത്തി മുകളിലേക്ക് എടുത്ത് ഹോളിൽ കൂടി മുകളിലേക്ക് എടുത്തിട്ട് 12 വട്ടം ചുറ്റുക. അതിനുശേഷം ഇത് വലിച്ചെടുക്കുക. വീണ്ടും മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇതുപോലെ അടിയിൽ കൂടി കൊണ്ടുപോയി നീഡിൽ മുകളിലേക്ക് ഉയർത്തി ചുറ്റി കൊടുക്കുക. ഇതാണ് ബുള്ളിയൻ റോസ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ. കുറേ പ്രാക്ടീസ് ചെയ്താലേ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. എംബ്രോയ്ഡറിയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റിച്ചാണ്, പക്ഷെ വളരെ മനോഹരമാണ് ഇത് കാണാൻ. ഇതാണ് ബുള്ളിയൻ സ്റ്റിച്ച്. ഇത് ബുള്ളിയൻ ബഡും ലീഫും. ഇത് ബുള്ളിയൻ റോസാണ്. ഇതൊരു ബുള്ളിയൻ റോസ് ചെയ്തതാണ്. ഇത് ബുള്ളിയൻ റോസ് ബുള്ളിയൻ സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്ത ലീഫാണ്.